ഹായ്, വെൽക്കം ടു എഡ്യൂഗാനറ്റ്. ഞാൻ കലാദീപക്. മോട്ടിവേഷണൽ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 സഹോദരന്മാരെ കുറിച്ചാണ്. കുഞ്ഞിലെ മുതൽ നമ്മൾ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഹൂ ഇൻവെൻറ്റഡ് ദി എയ്റോപ്ലെയിൻ? റൈറ്റ് ബ്രദേഴ്സ്. അതെ, റൈറ്റ് ബ്രദേഴ്സ്, ഓർവിൽ ആൻഡ് വിൽബർ റൈറ്റ്. 7 സഹോദരന്മാരിൽ 2 പേരായിരുന്നു ഓർവിലും വിൽബറും. പക്ഷേ അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ ചെറുതായിരുന്നപ്പോൾ അവരുടെ അച്ഛൻ എപ്പോഴും യാത്രകൾ കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം ഒരു ടോയ് ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. റബ്ബർ ബാൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെലികോപ്റ്റർ. ഓർവിലിനും വിൽബറിനും ആ കളിപ്പാട്ടം വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവർ ആ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു പൊട്ടുന്നിടം വരെ. പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവർ സ്വന്തമായി പുതിയൊരെണ്ണം ഉണ്ടാക്കി. പിൽക്കാലത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആദ്യത്തെ പ്രചോദനം ഈ ടോയ് ഹെലികോപ്റ്റർ ആയിരുന്നു എന്ന്. 2 പേരും ഗ്രാജുവേറ്റ്സ് ഒന്നുമല്ല. സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചു. അധികം വിജയിച്ചില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അവരൊരു സൈക്കിൾ ഷോപ്പ് തുടങ്ങി. സൈക്കിളിൻ്റെ സെയിൽസും റിപ്പയറിങ്ങും ഒക്കെ ആയിട്ട് ഒരു സൈക്കിൾ ഷോപ്പ്. അധികം വൈകാതെ അവർ സൈക്കിൾ ഉണ്ടാക്കി വിൽക്കാൻ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് ലോകത്തുടനീളം ഫ്ലൈയിങ് മെഷീൻസിൻ്റെ ഒരു ഇൻവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. റൈറ്റ് ബ്രദേഴ്സിന് ഇതിനോടൊക്കെ വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈ വാർത്തകളൊക്കെ സ്ഥിരമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിൽ വരുന്ന തോൽവികളും പോരായ്മകളും ഒക്കെ അവർ വളരെയധികം വീക്ഷിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവർ പക്ഷികളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷികൾ എങ്ങനെയാണ് ചിറക് ഉപയോഗിച്ച് പറക്കുന്നത്, എങ്ങനെ ചിറകുപയോഗിച്ചു ഉയരുന്നു, താരുന്നു, ദിശകൾ തിരിയുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തുടങ്ങി. ആ മനസ്സിലാക്കിയ കൺസെപ്റ്റ് അവരൊരു വലിയ പട്ടം ഉപയോഗിച്ച് അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് വിജയിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കിറ്റി ഹോക്ക് എന്ന സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ കാറ്റിന് ഒരു സ്ട്രോങ്ങുമായിരുന്നു, സ്റ്റഡിയുമായിരുന്നു കാറ്റ്. അതുപോലെ അവിടെ ബീച്ചുണ്ട്, നല്ല മണ്ണുള്ള ബീച്ച്. അപ്പോൾ സേഫ് ലാൻഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കിറ്റി ഹോക്ക് തിരഞ്ഞെടുത്തത്. ധാരാളം പരീക്ഷണങ്ങൾ നടത്തി നോക്കി, പക്ഷെ ഒന്നും വിജയിച്ചില്ല. അങ്ങനെ അവർ കുറച്ച് മനസ്സ് മടുത്ത് ഇനി പരീക്ഷണത്തിനൊന്നും വയ്യ എന്ന് തീരുമാനിച്ച് മടങ്ങി. പക്ഷേ അധികം വൈകാതെ തന്നെ അവർ തിരിച്ചെത്തി. പുതിയൊരു മോഡൽ ഗ്ലൈഡറുമായി തിരിച്ചെത്തി. വളരെയേറെ വിജയിച്ചു. ഒരു ഡസനോളം യാത്രകൾ അവർ ആ ഗ്ലൈഡറിൽ നടത്തി. പക്ഷേ അവർക്കൊരു സംതൃപ്തി കുറവുണ്ടായിരുന്നു. അവർ തിരിച്ചുപോയി ഒരു വിൻഡ് ടണൽ ഉപയോഗിച്ച് പലതരത്തിലുള്ള വിങ്സ് പരീക്ഷിച്ച് നോക്കി. കൂടുതൽ ഉയരം കിട്ടാൻ, കൂടുതൽ പവർ കിട്ടാൻ ഏത് വിങ്ങാണ് കൂടുതൽ നല്ലതെന്ന് അവർ പരീക്ഷിച്ച് മനസ്സിലാക്കി. അങ്ങനെ ആ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് അപ്ലൈ ചെയ്ത് അവരൊരു പുതിയ ഗ്ലൈഡർ ഉണ്ടാക്കി. ഇതുവരെ അവരുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും മികച്ചത്. അങ്ങനെ 100ഓളം യാത്രകൾ ആ ഗ്ലൈഡറിൽ ചെയ്തു. അതിനുശേഷമാണ് അവർ തീരുമാനിക്കുന്നത് ഒരു പവർഫുൾ എയർക്രാഫ്റ്റ് നിർമ്മിക്കണമെന്ന്. അങ്ങനെ പ്രൊപ്പലേഴ്സും ഗ്യാസലിൻ എഞ്ചിനും ഉപയോഗിച്ച് അവരൊരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചു, റൈറ്റ് ഫ്ലയർ. അങ്ങനെ ഡിസംബർ 17, 1903 ഓർവിലെ റൈറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ വിമാനയാത്ര നടത്തി, റൈറ്റ് ഫ്ലയറിൽ. ആ യാത്ര നീണ്ടുനിന്നത് വെറും 12 സെക്കൻഡാണ്. പക്ഷേ അന്നേവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വിജയിച്ചതായിരുന്നു. പക്ഷേ അവരതിലൊന്നും മതിയാക്കിയില്ല. അവർ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആൾക്കാർക്കൊന്നും അവരിൽ വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അവർക്ക് അവരിൽ തന്നെ നല്ല വിശ്വാസമുണ്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവർ വിമാനങ്ങൾ ഉണ്ടാക്കാനും വിൽക്കാനും തുടങ്ങി. US ആർമിക്ക് വിമാനങ്ങൾ ഉണ്ടാക്കി വിറ്റു. അവരതൊരു ബിസിനസ്സായിട്ട് തന്നെ എടുത്തു, റൈറ്റ് കമ്പനി. അവരൊരു ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി. ചരിത്രത്തിലെ ആദ്യത്തെ എയർ കാർഗോ ഡെലിവറി നടത്തി. അങ്ങനെ പരാജയത്തിൽ നിന്ന് പറന്ന് 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 വിജയത്തിലേക്ക് എത്തിയവരാണ് റൈറ്റ് ബ്രദേഴ്സ്. ചരിത്രത്തിൽ പേര് കുറിച്ചവരാണ് റൈറ്റ് ബ്രദേഴ്സ്. ഹൂ ഇൻവെൻറ്റഡ് ദി എയ്റോപ്ലെയിൻ? റൈറ്റ് ബ്രദേഴ്സ്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വലിയ സൃഷ്ടികളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഏതോ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂപം കൊണ്ടതാണ്, അല്ലേ? വലിയ വലിയ കെട്ടിടങ്ങൾ, മെഷീനുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത്, മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. അതെല്ലാം ഏതോ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് പല പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
ആദ്യം ആ ചിന്ത ഉദിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഡിറ്റർമിനേഷനും കൂടി ചേരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാൻ കഴിയും. റൈറ്റ് ബ്രദേഴ്സിൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.